താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ജനനന്മ നാട്ടുകൂട്ടം ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി റോജി എം ജോണിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൻ സ്വീകരണം നൽകി. പുതിയകര സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിൻഡോ ജോൺ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജനനന്മ നാട്ടുകൂട്ടം ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി റോജി എം ജോണിന് പുതിയകര സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ വാദ്യമേളങ്ങളോടെ വൻ സ്വീകരണം നൽകി. അപ്പോൾ ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ഇനി നമുക്ക് മുന്നണിയൊന്നും വിഷയമില്ല കേട്ടോ. കാരണം ഇതിനൊന്നും നാടിൻ്റെ വികസന കാര്യങ്ങളിലൊന്നും നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകളൊന്നുമില്ല. അതിൽ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം. പിന്നെ പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇത്രയും വിപുലമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഞങ്ങൾക്ക് വളരെ ഹൃദ്യമായ ഒരു സ്വീകരണം ഇവിടെ നൽകുകയും ഒക്കെ ചെയ്തതിൽ ഞാൻ ടോമിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു, ചെണ്ടമേളവും പരിപാടിയൊന്നും വേണ്ട. പൗലോസേട്ടനോട് ഞാൻ പറഞ്ഞു എത്രയും വേഗം നമുക്ക് നടത്തണം. എന്തായാലും വളരെ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് നിങ്ങളിവിടെ നൽകിയത്. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിൻഡോ ജോൺ യോഗം ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി പ്രസിഡന്റ് PV ടോമി അധ്യക്ഷത വഹിച്ചു. വിൽസൺ ചേട്ടൻ 13 ആവശ്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഈ സ്വീകരണത്തിന്റെ പുറകിലെ ലക്ഷ്യം എന്താണെന്ന്. പക്ഷെ എനിക്കതിൽ വളരെ നന്നായിയാണ് തോന്നിയത്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, വാർഡ് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി MLA, മന്ത്രി വരെയുണ്ട്. ഇനി കേന്ദ്രം മാത്രമേ ഇല്ലാത്തതുള്ളൂ ഈ നാട്ടിൽ. അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന വേദിയിൽ നിങ്ങളുടെ നാടിൻ്റെ ആവശ്യം പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചടങ്ങിൽ 94 വയസ്സുള്ള കുന്നേക്കാടൻ അന്നംകുട്ടി ഔസേപ്പ് മന്ത്രിയെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പഞ്ചായത്തിലെ 4, 5, 7 വാർഡുകളുടെ സമഗ്ര മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള 13 ഇന വികസന പദ്ധതികളുടെ അവകാശരേഖ വിൽസൺ പദപ്പള്ളി ചടങ്ങിൽ മന്ത്രിക്ക് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് വർഗീസ് TM, പഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, ബ്ലോക്ക് മെമ്പർ സീന ദേവസിക്കുട്ടി, ജനനന്മ പ്രതിനിധി TV പൗലോസ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പൗലോസ് കോനൂരാൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ഈ നാടിന് നാളെ ഇതുവരെ തികഞ്ഞ അവഗണനയായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകണം. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സജീവമായ നിങ്ങളുടെ ഒരു കരുതലുണ്ടാകണം, പരിഗണന ഉണ്ടാകണം. ഇതുവരെ ഈ പുതിയകരയിൽ നിന്നോ അല്ലെങ്കിൽ പട്ടുപ്പറമ്പിൽ നിന്നോ തോട്ടക്കാട്ടിൽ നിന്നോ പുളിയപ്പടിയിൽ നിന്നോ ഒന്നും ഈ ജനപ്രതിനിധികളെ ഒരാവശ്യമായിട്ട് ഇതുവരെ ജനങ്ങളായിട്ട് പോയിട്ടില്ല. നമ്മുടെ മെമ്പർമാരൊക്കെ പോയിട്ടുണ്ടോ? പോകാതിരുന്നതിൻ്റെ ഒരുപാട് ക്ഷീണം നമുക്കുണ്ട്. നമ്മൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ് എങ്ങനെ നോക്കിയാലും സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ഇനി അടുത്ത 5 വർഷക്കാലം ഞങ്ങൾ നിങ്ങളെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വ്യക്തിപരമായ യാതൊരു ആവശ്യത്തിനുമല്ല, ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനറലായിട്ടുള്ള ആവശ്യങ്ങൾ സാധിച്ച് കിട്ടുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ കാര്യത്തിൽ നമ്മുടെ മുൻ മീറ്റിങ്ങിന് അന്ന് നമ്മുടെ മന്ത്രി MLA ആയിരുന്നു. ആ ഒരു 4 മാസം ഉണ്ടായിരുന്ന കോളേജ് ജംഗ്ഷനിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ അദ്ദേഹം പറയുന്നത് എത്രയും വേഗം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും. ഇതിൻ്റെ കാലിക പ്രസക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലടി MG റോഡ് ബ്ലോക്ക് വരുമ്പോൾ മറ്റൊരു കാലടി ഭാഗത്തുണ്ടാകുന്ന ബ്ലോക്ക് സമയങ്ങളിൽ
ജനമെല്ലാം സർവത്ര വാഹനം നമ്മുടെ ഈ റോട്ടിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു ബൈപ്പാസ് റോഡ് കൂടിയാണ്.